സമീറ സർ കാണിച്ചു കൊടുക്ക്. നിങ്ങൾ എന്തിനാ എന്റെ കുടുംബ ഫോട്ടോ കാണിക്കുന്നേ? നീ ഞങ്ങളോട് സഹകരിച്ചാൽ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്നത് താങ്ങാൻ നിനക്ക് കഴിയില്ല. സഞ്ജയ്. സർ. ഈ കേസിൽ നിന്റെ അച്ഛന് പ്രതിയായി ജയിലിൽ പോവും. വായിച്ചല്ലോ, നിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട അത്. ഇത് ചതിയാണ്, ഇത് കള്ളക്കേസാണ്. അതെ, ഇത് ചതിയാണ്, കള്ളക്കേസാണ്. ഈ കേസിലെ യഥാർത്ഥ പ്രതി മറ്റൊരു സുധാകരൻ നായരാ. പക്ഷേ നീ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഈ കേസിൽ പ്രതിയായി നിന്റെ അച്ഛൻ അകത്തുപോകും. നിങ്ങൾ എന്തെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്യാ? പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുന്നതാ നല്ലത്. അല്ലെങ്കിൽ തന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഓ, എന്തൊരു നാണക്കേടാ. ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ആരാ നിങ്ങളൊക്കെ? ഞങ്ങളെ നിനക്കറിയില്ലേ? നിന്റെ അയൽക്കാര്, അല്ലാതാരാ? ഇവളുടെ അയൽക്കാരെന്ന് പറഞ്ഞ നമുക്കൂടെ നാണക്കേടാ. അത്രയ്ക്കുള്ള പണിയല്ലേ ഇവൾ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ തലക്കടിച്ച പെണ്ണിനെ ഒന്നും പറ്റാതിരുന്നതേ നിന്റെ ഭാഗ്യം. അതെ, തലയടിച്ച് പൊട്ടിച്ചു. അതിനിപ്പോ എന്ത് വേണം? അവളെ മാത്രമല്ല, വേണമെങ്കിൽ നിങ്ങളുടെ തലയും ഞാൻ അടിച്ചു പൊട്ടിക്കും. അയൽക്കാരാണെന്ന് കരുതി ഞങ്ങളുടെ വീട്ടിൽ വന്ന് എന്ത് പറയാന്ന് കരുതിയോ നിങ്ങള്? സംഭവിച്ചതിന്റെ സത്യം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ എന്ത് ചെയ്താലും അത് എന്നെയും എന്റെ കുടുംബത്തെയും മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അതിൽ കയറി ചൊറിഞ്ഞ് എന്റെ അച്ഛനെയും അമ്മയും സങ്കടപ്പെടുത്തിയാലുണ്ടല്ലോ, ഇനി വായ തുറന്നാ രണ്ടിനെ തലയടിച്ച് പൊട്ടിക്കും ഞാൻ. കാണണം നിങ്ങക്ക്? രണ്ടിനെ ഒരു നിമിഷം ഇനി കണ്ടുപോരുത്. പൊയ്ക്കോളാൻ. പോകുന്നുണ്ടോ ഇല്ലയോ? എടി, ഇവൾക്ക് ഭ്രാന്താടി. വാ, നമുക്ക് പോകാം. അതേ നിന്നേ. സ്വന്തം മോള് ഭർത്താവിനെയും മക്കളെ ഇട്ടിട്ട് ആ ബാറിലെ സെക്യൂരിറ്റിയുടെ കൂടെ ഒളിച്ചോടി പോയിട്ട് പിന്നെ തിരിച്ചു വന്നായിരുന്നോ? ഹലോ, ഇനി നിങ്ങളുടെ കുടുംബത്തിന്റെ മഹത്വം കൂടി ഞാൻ ഇവിടെ വിളമ്പണം. നമുക്ക് പോവാടി. ഇവളൊക്കെ അനുഭവിക്കുമ്പോഴേ പഠിക്കൂ. വാടി. സമാധാനത്തോടെ തിരിച്ചു പോണം. ദൈവത്തിന്റെ വിധി ഡിക്കയും ജ്യോതിയും തമ്മിൽ ചേരണമെന്നാണ്. വിധിയല്ല, അവൾ ആ ജ്യോതി നടത്തിയ ചതി. അതിന് ഞങ്ങള് കൂട്ടു നിൽക്കില്ല. ചരടിൽ കോർത്ത് ഒരു താലി കെട്ടിയെന്നല്ലാതെ വിവാഹം എവിടെയും രജിസ്റ്റർ ചെയ്തില്ലല്ലോ. DK വേണ്ടാന്ന് പ്രഖ്യാപിച്ച് അവൾ പോവുകയും ചെയ്തു. ഇനി നേരത്തെ തീരുമാനിച്ചതുപോലെ അമ്മ പ്രാർത്ഥിക്കുന്ന കണ്ണന്റെ മുൻപിൽ വെച്ച് ഒരു താലി കെട്ടി DK ഇവളെ സ്വീകരിക്കട്ടെ. ഇവള് ഒരു പെണ്ണ, അഭിമാനം ഇവൾക്കുണ്ട്. അത് സംരക്ഷിക്കാനുള്ള ബാധ്യത അമ്മയ്ക്കും ഈ അമരാവതി വീടിനുമുണ്ട്. ഇവളൊരു കളിപ്പാവയല്ല ഇങ്ങനെ തട്ടിക്കളിക്കാൻ. അമ്മേ, DK സിത്താരയെ സ്വീകരിച്ചില്ലെങ്കിൽ അതിലും വലിയ അന്യായമില്ല. അവിടെ നടന്നതൊന്നും നമ്മൾ ആരും ആഗ്രഹിച്ചതല്ല. നമുക്ക് തെറ്റുപറ്റി. എന്നാ ന്യായമായും സിത്താരയ്ക്ക് നീതി ലഭിക്കണ്ടേ? അമ്മ DK ഒന്ന് വിളിക്ക. എന്ത് വേണമെന്ന് DK തീരുമാനിക്കട്ടെ. ഇതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ജ്യോതിയാണ് ഇനി ഈ വീടിന്റെ മരുമകൾ. നോ, അത് നടക്കില്ല.
ഡി കെ, സിത്താരയുടെ അഭിമാനം സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഡി കെ സിത്താരെ ഈ താലി ഒന്ന് അണിയിച്ചാ മതി. അമ്മായി അമ്മയായി ഞങ്ങള് സിത്താരയെ സ്വീകരിച്ചോളാം. ആ ബേക്കറിക്കാരി ഇനി വരില്ല ഡി കെ. ഈ താലി കെട്ടി ഡി കെ സിത്താരയുടെ മാനം കാക്കണം. പ്ലീസ് ഡി കെ. ഒരു തെറ്റ് തിരുത്തിയതിൽ ഡി കെക്ക് അഭിമാനിക്കാം. ഈ വീടിന്റെ മരുമകളായി സിത്താര വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഈ താലി സിത്താരയെ അണിയിക്കൂ ഡി കെ. നോ മൈ സൺ, ഡോണ്ട് ഡു. നീ ഈ പാപം ചെയ്യരുത്. എത്രയും വേഗം ജ്യോതിയെ നീ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഈ താലിയെടുത്ത് സിത്താരെ അണിയിക്കില്ലേ? സിത്താരയുടെ കഴുത്തിൽ ഈ താലി കെട്ട് ഡി കെ. താലി കെട്ട് ഡി കെ. ഡി കെ, ഇത് സിത്താരയുടെ കഴുത്തിൽ കെട്ട്. ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ മുന്നോട്ട് പോകുന്നതാ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. ദേവ, കുറ്റവും കുറവില്ലാത്ത മനുഷ്യരില്ല, തെറ്റ് സംഭവിക്കാത്തവരുമില്ല. സുപ്രിയ തെരഞ്ഞെടുത്ത പെണ്ണാ ഇവള്. എനിക്ക് മരുമകളായിട്ട് ഇവള് തന്നെ മതി. ഇതെന്റെ തീരുമാനമാ. അമ്മ ഇങ്ങനെ ഇവൾക്ക് വേണ്ടി വാശി പിടിക്കരുത്. ഞാൻ വാശി പിടിക്കുന്ന ഇവക്ക് വേണ്ടിട്ടല്ല, നിനക്ക് വേണ്ടിട്ടാടാ കണ്ണ. ഈ വീടിന്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന ഒന്നും സംഭവിക്കാൻ എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ നീ ഇവൾ ചോദിച്ച പണം കൊടുക്കണം. ശരി, ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്റെ കണ്ടീഷൻസ് ഇവിടെ അംഗീകരിക്കണം. ഈശ്വര, ഒരു പിടിവള്ളി കിട്ടി. ഇതിൽ പിടിച്ചു കയറിയേ പറ്റൂ. ശരി, സമ്മതിച്ചു. നിങ്ങൾ പറയുന്ന എന്ത് കണ്ടീഷൻസും ഞാൻ അംഗീകരിക്കാം. കണ്ടീഷൻ നമ്പർ 1, ഞാൻ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്താണ് കല്യാണം കഴിച്ചതെന്ന് നീ തെളിയിച്ചാൽ ഞാൻ നിനക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം തരും. അതും വാങ്ങി നീ ഇവിടുന്ന് തിരിച്ചു പോണം.
നമസ്കാരം DK സാർ. എന്ത് വേണം നിനക്ക്? എനിക്ക് നിങ്ങളെ വേണം DK. നിങ്ങൾക്കൊരു സമ്മാനം തരാൻ തിരക്കി വന്നതാ ഞാൻ. എവിടെ? ഞാൻ ഇവിടെയുണ്ട്, നിങ്ങളുടെ ഓഫീസിൽ. അടുത്ത 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഇവിടെ എത്തണം. നിങ്ങൾക്ക് തരാനുള്ള സമ്മാനമായിട്ട് കാത്തിരിക്കുക ഞാൻ. വേഗം വാ. ഹലോ ഹലോ. DK അവളെ കിഡ്നാപ്പ് ചെയ്തു പോലും. എന്നിട്ട് അനിയത്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി DK കല്യാണം കഴിച്ചെന്ന്. ഏത് രീതിയിൽ ആലോചിച്ചാലും ഒന്നും അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ലല്ലോ. ഇപ്പൊ നമ്മള് ദിവസേന പത്രത്തിൽ വായിക്കുന്നതും വാർത്തയിൽ കാണുന്നതും ഒക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? എന്നുവെച്ചാ അല്ല, ഒരിത്തിരിയെങ്കിലും തീയില്ലാതെ പുകയില്ലല്ലോ. എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താരേച്ചെന്തേ വളഞ്ഞു ചുറ്റി സംസാരിക്കുന്ന? DK അവളുടെ അനിയത്തിയെ കിഡ്നാപ്പ് ചെയ്തെന്ന് ജ്യോതി പറഞ്ഞില്ലേ? അതിലെന്തെങ്കിലും സത്യം ഉണ്ടാവുമോ? ഇനി DK തന്നെയാവോ ഇതിന് പിന്നിൽ? ഏയ്, DK അങ്ങനെ ചെയ്തെന്ന് ചിന്തിക്കുന്ന എന്നെ മണ്ടത്തര. അല്ല, ഈയിടെ ആയിട്ടുള്ള DKയുടെ ചില പ്രവൃത്തികളും സംസാരമൊക്കെ സംശയകരമാ. എന്തൊക്കെ പറഞ്ഞാലും DK ഇത്തരം ചീപ്പ് പരിപാടികൾ ചെയ്യുമെന്ന് ഒരിക്കലും കരുതാൻ വയ്യ. സത്യാവസ്ഥ മറ്റെന്തോ. എന്തായാലും പാവം എന്റെ സിത്താര എല്ലാവരുടെ മുന്നിൽ എത്ര തവണ അപമാനിക്കപ്പെട്ടു. അവൾ അമ്മായിയമ്മയായിട്ട് വന്നിരുന്നെങ്കിൽ അമരാവതിയിലെ നമ്മുടെ അധികാരം ആരും ചോദ്യം ചെയ്യില്ലായിരുന്നു. ഇതിപ്പോ നമ്മുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റി. DKയുടെ ആട്ടം തുപ്പ് സഹിച്ച് ജീവിതകാലം മുഴുവൻ കഴിയാനാ നമ്മുടെ വിധി. താരേ, DK കുറ്റപ്പെടുത്തിയുള്ള നന്ദികെട്ട സംസാരം ഇവിടെ വേണ്ട. എന്താ കുറ്റപ്പെടുത്തിയ? അല്ല, DK കുറ്റപ്പെടുത്തിയ മായച്ചക്ക് ഇത്രയും കൊള്ളുന്ന എന്തിനാ? DKക്ക് അമ്മയ്ക്ക് മുന്നില് എപ്പോഴും നല്ല പിള്ള ചമഞ്ഞ് ഞങ്ങളെ കൊച്ചക്ക നോക്കല്ലേ മായച്ചി? മൂത്ത മരുമകളാണെന്നുള്ളൊക്കെ ശരി തന്നെയാ. എന്ന് വെച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാ മായച്ചിക്കുള്ളത്? ഇനി അതും പോട്ടെ, ഈ DK പേടിക്കാനും ബഹുമാനിക്കാനും DK നമ്മുടെ ആരാ? നമ്മുടെ ഭർത്താക്കന്മാരാരും അയാളുടെ യഥാർത്ഥ മക്കളൊന്നും അല്ലല്ലോ, വെറും വളർത്തു മക്കൾ. അപ്പൊ അത്രയ്ക്കൊന്നും DKയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു കാര്യമില്ല. 10 മിനിറ്റ് തികച്ചെടുത്തില്ല. ദേ വന്നു. ഇതാണ് DK. പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. എഴുന്നേക്കടാ. എടാ എഴുന്നേക്കാൻ. എന്താ DK ഇത്? വിവാഹ സമ്മാനം നൽകാൻ വന്ന ഒരാളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഐ ഡോണ്ട് വാണ്ട് യുവർ ഗിഫ്റ്റ്. മര്യാദക്ക് ഇതും കൊണ്ട് സ്ഥലം വിടാൻ നോക്ക്. ഇന്നത്തോടെ തീർന്നു DKയുടെ ജീവിതത്തിന്റെ സമാധാനം. ഇന്ന് നടന്നത് പേമാരിയുടെ ചെറിയൊരു തുടക്കം മാത്രം. ഇനി വരാൻ പോകുന്നത് പ്രളയവും ഉരുൾപൊട്ടലും. അത് നിങ്ങളെ വന്ന് മൂടാൻ പോവാണ് DK. ജ്യോതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അമരാവതി പോലൊരു വലിയ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും അവളെ കൊണ്ടൊരിക്കലും പറ്റില്ല. ജ്യോതിയെ പോലൊരു പെൺകുട്ടിക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നിങ്ങൾക്കറിയില്ല ഈ വിവാഹം നടന്നത് ഞാൻ കാരണമാണെന്ന്.
അയ്യോ, ഇതെന്തു പറ്റി? ഇതുവരെ സാരി എടുത്ത് തീർന്നില്ലേ? ഒന്നേന്നഴിച്ച് ഞങ്ങളൊന്ന് നന്നായിട്ട് ഉടുപ്പിച്ചു തരട്ടെ. ദേ ഊതല്ലേ മരുമക്കളെ, രണ്ടിന്റെ ഉള്ളിലിരിപ്പേ എനിക്കറിയാം ഏട്ടാ. അമ്മ നിർബന്ധിച്ചിട്ടാ ഇങ്ങോട്ട് വന്നേന്നും എനിക്കറിയാം. എനിക്ക് സാരി ഉടുക്കാനൊക്കെ അറിയാം, പക്ഷെ ചിലപ്പോ ഒന്ന് പണിവാളും. എങ്ങനെ നോക്കിയിട്ടും ഈ പ്ലീറ്റ് എടുക്കുന്നൊന്നും ശരിയാവുന്നില്ല. ഒരു സാരിയുടെ പ്ലേറ്റ് എടുക്കാൻ അറിയാത്ത നീ അമരാവതി കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നാ ഞങ്ങളുടെ പേടി. നിന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ലോ ആണോ ഇത്? പിന്നെ ജനിക്കുമ്പോ തന്നെ എല്ലാവരും എല്ലാം പഠിച്ചിട്ടാണല്ലോ ഈ ഭൂമിയിലേക്ക് വരുന്നത്. മരുമക്കളെ, പെണ്ണുങ്ങള് ബുള്ളറ്റ് ഓടിക്കുന്നില്ലേ? ബോംബർ വിമാനങ്ങൾ വരെ പറത്തുന്നില്ലേ? പിന്നെയാണോ നിങ്ങളെപ്പോലെ 3 ചീള് മരുമക്കളുള്ള ഈ കുടുംബം എനിക്ക് നേരെയാക്കാൻ പറ്റാത്തത്? സമയം വരട്ടെ, എല്ലാത്തിനും ഞാൻ ശരിയാക്കി തരാം. ഇപ്പോ മരുമക്കൾ ഈ സാരിയുടെ പ്ലീറ്റ്സ് ഒന്ന് ശരിയാക്കിത്താ. പിടിക്കേ, വേഗം വേണം കേട്ടോ. എന്റെ ഭർത്താവ് DK ഇപ്പൊ റെഡിയായി വരും. ഇന്ന് ഞങ്ങളുടെ ലൈഫ് ഒരുമിച്ച് തുടങ്ങുന്ന ദിവസമല്ലേ? നന്നായിട്ട് പ്രാർത്ഥിച്ച് തുടങ്ങണമെന്നാണല്ലോ പ്രമാണം. ഒരുമിച്ച് ലൈഫ് തുടങ്ങാൻ കാത്തിരിക്കുന്നു. നിന്നെ ഞങ്ങള് ശരിയാക്കി തരാടി. അല്ല, DK 1 കോടി രൂപ തന്നാ നീ ഈ വീട് വിട്ടു പോവോ? പിന്നല്ലാതെ എപ്പോ പോയിന്ന് ചോദിച്ചാ മതി. 1 കോടി രൂപയും വാങ്ങി ഞാൻ അടിച്ച് പൊളിച്ചങ്ങ് ജീവിക്കൂലേ? അയ്യ, 1 കോടി വാങ്ങാൻ നീ ഇവിടെ അങ്ങ് കാലം നീട്ടിയിരിക്കും. ഇപ്പൊ കിട്ടും. അങ്ങനെ വരില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. നീ വന്നേ പറ്റൂ. യു മസ്റ്റ് കം. അമ്മ നിർബന്ധിക്കണ്ട, ഞാൻ വരില്ല. എടാ കണ്ണ, ഞാനല്ല നിർബന്ധിക്കുന്നത്, നിന്റെ സുപ്രിയാണ്. ഇല്ല, സുപ്രിയ ഒരിക്കലും ഇങ്ങനെ പറയില്ല. അമ്മയുടെ മുമ്പിൽ വെച്ചല്ലേ ആ ബേക്കറിക്കാരി വന്ന് കയറിയപ്പോ അവളുമായിട്ട് ഞാൻ വഴക്കിട്ടത്. അവളുടെ മുഖം കാണുന്ന പോലും എനിക്കിഷ്ടമല്ലെന്ന് അമ്മയ്ക്കറിയില്ലേ? പിന്നെ എങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കും? മൈ സൺ, യു ആർ ലക്കി. ജ്യോതി ഈസ് ഗുഡ് ഗേൾ. അണ്ടർസ്റ്റാൻഡ് ജ്യോതി. അമ്മ എന്താ ഉദ്ദേശിച്ചത്? നീ അവളെ മനസ്സിലാക്കണമെന്ന്. അതോടെ നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. അമ്മ വിചാരിക്കുന്ന പോലെ അല്ല സത്യം. ആ ബേക്കറിക്കാരി നമ്മുടെ വീട്ടിൽ ഒരു താൽക്കാലിക താമസക്കാരി മാത്രമാണ്. സ്വന്തം തെറ്റ് ഏറ്റുപറഞ്ഞ് അവളിവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ദിവസം വരും. അതോടെ എല്ലാം അവസാനിക്കും. ഈ ചടങ്ങിന്റെ ഒരു പ്രയോജനവും ആർക്കും കിട്ടില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? മോനെ, ഒന്ന് നീ മനസ്സിലാക്കണം. ഈശ്വരൻ കൂട്ടിച്ചേർക്കാതെ ഈ ഭൂമിയിൽ ഒരു ബന്ധവും നടക്കില്ല. ആശ്രമത്തിൽ നിന്ന് വസുന്ധരാദേവി പൂജിച്ചു കൊടുത്തയച്ച ചരട അത് നിങ്ങൾ പരസ്പരം കൈമാറി വേണം കയ്യിൽ കെട്ടാൻ. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് നീ കേട്ടെ. വന്നേ. നോ, ആദ്യം അമ്മ അനുസരിക്കണം. യു അണ്ടർസ്റ്റാൻഡ്? ഗോ ടു പൂജാമുറി. ഗോ. ഈ പറഞ്ഞതല്ലാതെ ജ്യോതിയെ ഇവിടുന്ന് മനഃപൂർവ്വം ഓടിക്കാൻ വേണ്ടി നിങ്ങൾ ആരും ഒരു വാക്കോ പ്രവൃത്തിയോ മേലിൽ ചെയ്യാൻ പാടില്ല. മതി, വാ മോളെ. കമോൺ മൈസൺ, ബേബി വാ. ഭഗവാനെ, സ്മോൾ കണ്ണ, നിന്റെ ലീലാവിലാസം തന്നെ ജീവിതം.
ദേവ, ജ്യോതിക്ക് സിന്ദൂരം ചാർത്തി കൊടുക്ക്. കൊടുക്കും മോനെ. തൊട്ടു കൊടുക്കു ദേവ. മോനെ, ഈ ചരടുത്ത് നിന്റെ ഭാര്യയുടെ കൈ കെട്ടിക്കൊടുക്ക്. ഇനി എന്റെ കൂട്ടിൽ ഒരുമിച്ചു വാഴാം, കൂടെ വരൂ എന്റെ കൺമണി പെണ്ണേ. ഇനി എന്റെ ചിറകിന്റെ തണലിൽ മയങ്ങാൻ നീ വരൂ, നീ വരൂ കുറുമൊഴി പെണ്ണേ. ഇതുവരെ ഇല്ലാത്തൊരാനന്ദമെങ്ങും ഇതൾ വിരിച്ചാടുമീ സായന്തനത്തിൽ. ഇണപിരിയാതെന്നും ഒരുമിച്ചു വാഴാം. മോളെ, ഈ ചരടെടുത്തേ ദേവന് കെട്ടിക്കൊടുക്ക്. ഇങ്ങനെ പോയ ഒന്നുകിൽ ഇയാൾ എന്നെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ ഇയാളെ കൊല്ലും. ഒരു പെണ്ണിനെ അപമാനിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശം, എന്ത് അധികാരം? ഞാനുമായുള്ള കരാർ തീരുന്ന സമയം വരെ ജ്യോതി ഇവിടെ താമസിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാം. ജ്യോതി DKയുടെ രണ്ടാം ഭാര്യയാണ്. ഇങ്ങനെ ദേഷ്യം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കല്യാണം കഴിഞ്ഞു, അവൾ DKയുടെ മുറിയിൽ കയറി കൂടുകയും ചെയ്തു. എന്നാലും നമ്മളോട് ഇറങ്ങി പോകാൻ പറയാൻ DKക്ക് എങ്ങനെ തോന്നി? അതും അവളുടെ മുന്നിൽ വെച്ച്. ഇത്രയ്ക്ക് നമ്മൾ അപമാനിക്കാൻ നമ്മൾ എന്ത് തെറ്റാ ചെയ്തേ?
വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് അവസാനം കലം ഇട്ട് ഉടച്ചതുപോലെയാണല്ലോ. കലം നമ്മളായിട്ടിട്ട് ഉടച്ചതല്ലോ. അവള് ആ ജ്യോതി നമ്മുടെ കയ്യിന്ന് കലം തട്ടിപ്പറിച്ച് അടിച്ചുടച്ചതല്ലേ. കോരിയ വെള്ളം മുഴുവൻ പാഴായി. എന്റെ ഈശ്വര, അവര് രണ്ടുപേരും കൂടി ഒരു മുറിയില്. എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ആ ദുർവാസാവിന്റെ വ്രതം ഇന്നുകൊണ്ട് ആ മേനക തെറ്റിക്കുമെന്ന എന്റെ പേടി. ആർക്കറിയാം അതിനുള്ളിൽ എന്താ സംഭവിക്കുന്നെന്ന്. എല്ലാ വ്രതവും തെറ്റിച്ച് കളഞ്ഞിട്ട് അവര് രണ്ടുപേരും കൂടി നമ്മുടെ മുന്നിൽ ശത്രുക്കളെ പോലെ അഭിനയിക്കുമെന്ന എന്റെ സംശയം. ഓ ഈശ്വര, ആലോചിച്ചിട്ട് ഇരി പുറക്കുന്നില്ലല്ലോ. ചിത്രേ, വല്ലത് സംഭവിച്ചു കാണൂടി. ഇങ്ങനെ പറഞ്ഞ് എന്റെ നെഞ്ചൊരു കൂടി കൂട്ടല്ലേ താരേച്ചി. പരസ്പരം തല്ലിപ്പിരിഞ്ഞ് ഈ രാത്രി തന്നെ രണ്ടും രണ്ട് പാത്രം ആവണമെന്ന എന്റെ പ്രാർത്ഥന. അല്ല, ഈ മായച്ച എന്താ ഒന്നും മിണ്ടാത്തത്? മായച്ചി, ഞാൻ പുറത്തെ ഇരുട്ടിനെ കുറിച്ച് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. കൊള്ളാം. ഇപ്പൊ ആലോചിക്കാൻ പറ്റിയ വിഷയം. കട്ട ഇരുട്ട് പോലെ തന്നെയാ നമ്മുടെ ജീവിതവും. കട്ട പോക. നമുക്ക് വേണ്ടി ഇനി ഒരു പ്രകാശവും കത്തുന്ന് എനിക്ക് തോന്നുന്നില്ല. DK ആ ജ്യോതി മയക്കും. അയ്യോ, അതിനെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ ഭ്രാന്ത് പിടിക്കുന്നു. അവളെ എവിടുന്ന് ഓടിക്കാൻ ഒരു വഴി ആലോചിച്ച് കണ്ടുപിടിക്കാന്നല്ലേ മായച്ചി നേരത്തെ പറഞ്ഞത്. അവളിനി ഇവിടുന്ന് ഇറങ്ങി പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഉറക്കം വരുന്നില്ലല്ലോ എന്റെ ഭഗവതി. പുറത്തുള്ള ഇരുട്ടിന് അവസാനം ഇല്ലെന്ന് കരുതരുത്. രാവെളുക്കാൻ അധിക നേരം വേണ്ട. വെളിച്ചം വീണാൽ പിന്നെ ഇരുട്ടിന് സ്ഥാനമില്ല. അതുപോലെ നമ്മളെ മൂടിയിരിക്കുന്ന ജ്യോതി എന്ന ഇരുട്ടും മാഞ്ഞുപോകും. എങ്ങനെ പറയാം. ഈ പ്ലാൻ വർക്കൗട്ട് ആവും, ഉറപ്പ്. ജയിക്കാൻ കുറച്ച് താമസം വരും. പക്ഷേ ക്ഷമിച്ചാൽ ഒടുവിൽ ജയം നമുക്ക് തന്നെയായിരിക്കും.